बारिशों में खुली चिंगारियां, जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है तन्हाइयाँ तन्हाइयाँ तन्हाइयाँ। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ലവ് ആക്ഷൻ ഡ്രാമയുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അത് ക്ലൈമാക്സ് എപ്പിസോഡായിരിക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ തുടക്കത്തിൽ വലിയൊരു കഥാപ്രസംഗം നടത്തിയത്. പക്ഷേ എൻ്റെ ആയപ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. കാരണം ഞാനത് ക്ലൈമാക്സ് എപ്പിസോഡ് ആയിരിക്കും എന്നുള്ള രീതിക്കാണ് അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തി അത്രയും ഭാഗം വരെ എഴുതിയിട്ട് അത്രയും ഭാഗം ഡബ് ചെയ്തു. അപ്പോൾ ഡബ് ചെയ്തിട്ട് ഞാൻ കരുതി അടുത്ത് എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ കൂടെ തന്നെ ബാക്കി എഴുതിയിട്ട് ബാക്കിയും കൂടെ ഡബ് ചെയ്ത് ഒറ്റ ക്ലൈമാക്സ് എപ്പിസോഡാക്കാം എന്ന് മനസ്സിൽ കുറേ, അതായത് അവിടെ നിന്ന് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയതല്ല, കുറച്ചുകൂടി മനസ്സിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ക്ലൈമാക്സ് എപ്പിസോഡാക്കി നിർത്താം എന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ ഫോണിന് മുമ്പേ പറഞ്ഞൊരു സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ലെങ്തി ആയിട്ട് വലിയ MB വലിയ ലെങ്തിയിൽ എനിക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഒരു 40 മിനിറ്റോളം എന്തോ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും ലെങ്ത് ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിന് സ്റ്റോറേജ് ഡൗണായി. അപ്പോൾ എനിക്ക് അവിടെ വെച്ചങ്ങ് നിർത്തേണ്ടി വന്നു. അപ്പോൾ മനസ്സിൽ ഉണ്ടായിരുന്ന അത്രയും എലമെൻസും എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നീട് എഴുതി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഒന്നിലധികം എപ്പിസോഡോ വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് ക്ലൈമാക്സ് എപ്പിസോഡല്ല, ഇനി വരുന്ന എപ്പിസോഡും ഈ എപ്പിസോഡോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡോ ആയിരിക്കും. മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഇത് തീർന്നു പോകും എന്ന് വിചാരിച്ചവർക്ക് സന്തോഷ വാർത്ത. ഇത് തീർന്നില്ലേ എന്ന് വിചാരിച്ചവർക്ക് ചെറിയൊരു ബാഡ് ന്യൂസും ആണ് ഈ ഒരു എപ്പിസോഡ് മാത്രമല്ല, ഇനിയൊരു എപ്പിസോഡും കൂടി ഉണ്ടാകും. അല്ല, എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ അതെന്താ വെച്ച് നോക്കാം. ഞാനിപ്പോഴും പഴയത് മാതിരി കുറച്ച് എഴുതി വെച്ചിട്ടാണ് ബാക്കി ഡബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഭാവി പ്രവചിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് ലവ് ആക്ഷൻ ഡ്രാമയുടെ അടുത്ത എപ്പിസോഡിലോട്ട് പോകാം. I love you more. ഇരുവരുടെയും വാരിയലുകൾ അമരുന്നത് വരെ ഇറുകി വാരി പുടർന്നു. അനിയമ്മയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീറിറ്റ് വീണു. മതിയാക്കാൻ പറയടാ അവനോട്, പബ്ലിക് പ്ലേസാടാ. ചുമ്മാ ഇരിക്കാൻ. അവൻ്റെ കുറേ വർഷത്തെ കാത്തിരിപ്പായത്. അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ അമരുമ്പോഴും ഒരാളുടെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. സഞ്ജന നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അവരെ തന്നെ നോക്കി നിന്നു. ജെകെ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ തനിക്കൊരു വിഷമം പോലെ? അല്ലെങ്കിൽ സെറ്റിൽ വന്നാൽ ഫുൾ ജോളി ആയിരിക്കുന്ന ആളാ. ഇപ്പം എന്തോ പറ്റി? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. എന്നെ വിശ്വസിപ്പിക്കാനാണെങ്കിൽ കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ടുള്ളൊരു കള്ളം പറയും. താൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ താൻ കുറച്ച് സാഡായിരുന്നു, ബട്ട് ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ റിലാക്സ് ആയെന്നും. അപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരുന്നതാ. എന്തു പറ്റി? ആക്ച്വലി ഇറ്റ്സ് മൈ പേഴ്സണൽ പ്രോബ്ലം. ഐ എം സോറി ജെക്കെ. ഞാൻ തൻ്റെ മേൽ കുറച്ച് ഓവർ ഫ്രീഡം എടുത്തു എന്ന് തോന്നുന്നു. താൻ കുറച്ച് സ്പേസ് തന്നപ്പോൾ ഞാനതിൽ അഡ്വാൻറ്റേജ് എടുത്തു അല്ലേ, തൻ്റെ പേഴ്സണൽ കാര്യം നോക്കാതെ. അങ്ങനെയല്ല,
ചെറിയൊരു പേഴ്സണൽ പ്രോബ്ലം ആണെന്ന് പറയുകയായിരുന്നു. എന്താ അത്? തനിക്ക് പറയാൻ കഴിയുന്നതാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യടോ. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കതിന് പരിഹാരം കണ്ടെത്താം. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചിലരുടെ ഈഗോ പ്രോബ്ലമാണ്. അവരുടെ ഈഗോയും പിടിവാശിയും മാറാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താടോ, ആരാ പിടിവാശി കാണിക്കുന്നത്? CJK, എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. എപ്പോഴും ചിൽ ആൻഡ് കൂളായിരിക്കുന്ന JKയാണ് എനിക്ക്, ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത്. ആക്ച്വലി ഒരു പ്രണയമാണ് ഇവിടുത്തെ വില്ലൻ. പ്രണയോ? ആർക്ക്? ആരോട്? എനിക്ക്. തനിക്കോ? യെസ്. ആരോട്? സെലീന. സെലീനയോ? യെസ്. ഞാൻ അവളെ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നുണ്ട്. അതവൾക്കും അറിയാം. പക്ഷേ ഞാൻ ആരുമല്ലെങ്കിൽ കൂടി താൻ എന്നെ പരിഗണിക്കുന്നത് പോലെ പോലും അവൾ എന്നെ പരിഗണിക്കുന്നില്ല. എന്നെയും എൻ്റെ പ്രണയത്തെയും അവൾ തള്ളിക്കളയുന്നു. അവൻ്റെ വാക്കുകൾ അവളെ തീക്കനൽ പോലെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടെങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. സെലീന എന്താ പറയുന്നത്? അവളോരോ മുടന്ത ന്യായങ്ങൾ പറയുന്നു. അവൾക്ക് തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇഷ്ടമുണ്ട്, അതാ പ്രശ്നം. അവളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് സമ്മതിച്ചു തരുന്നില്ല. അവൾ JK പറയുന്നതിനിടയ്ക്ക് സെലീന മുമ്പ് സഞ്ജനയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. എനിക്കതിനുള്ള ഫ്രീഡം ഉണ്ടോ എന്നറിയില്ല, എന്നാലും സഞ്ജന ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. എന്താ, ധൈര്യമായിട്ട് ചോദിച്ചോ? ഇനി ഒരു പക്ഷേ അയാൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം സെലീന സമ്മതിക്കാത്തതെന്ന് സഞ്ജന കരുതി. തനിക്ക് JK ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം സെലീന അവളുടെ ഇഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതെന്ന് സഞ്ജന തെറ്റിദ്ധരിച്ചു. JK, ഇതിലെനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്ക് താൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ തനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ആക്ച്വലി വരുൺ പറഞ്ഞത് അവളൊരു ജലസി ടൈപ്പാണെന്നാണ്. ഞാൻ മറ്റേതെങ്കിലും പെൺകുട്ടികളുമായി സംസാരിക്കുന്നത് കണ്ടാൽ പോലും അവൾ ജലസാകുന്ന വരുൺ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. വരുൺ പറഞ്ഞതുപോലെ അവളുടെ ജലസ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരുപക്ഷേ അവൾ അസൂയ മൂത്ത് പൊട്ടിത്തെറിച്ചാലും തെറിക്കും. എനിക്കുറപ്പില്ല, നോക്കാം. തൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. ബിക്കോസ് വി ആർ ഫ്രണ്ട്സ്, റൈറ്റ്? താൻ വിഷമിക്കണ്ട, അവൾ തീർച്ചയായും തന്നെ മനസ്സിലാക്കും. ഐ ഹോപ്പ് സോ. നേടുന്നത് മാത്രമല്ല, വിട്ടുകൊടുക്കുന്നതും പ്രണയമാണ്. സഞ്ജനയും JK ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും അവൾ അവൻ്റെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുത്തത്. അതുകൊണ്ട് അവളുടെ പ്രണയം അത് വിട്ടുകൊടുക്കലിലേക്ക് വഴിമാറി. അവളുടെ പ്രണയം അവളുടെ മാത്രം പ്രണയമായി അവളുടെ ഉള്ളിലൊതുക്കി. എന്തൊക്കെയായിരുന്നു പകലിലെ പൊടിപൂരം. എന്നാലും നീ ഞങ്ങൾ നിൽക്കുന്നത് പോലും കൺസിഡർ ചെയ്തില്ലടാ. അഡൾട്ട് ഓൺലി സീനൊക്കെ നീ ഞങ്ങളെ കാണിച്ചു. പപ്പയുടെ ആരാ കാണാൻ പറഞ്ഞ് കണ്ണു പൊത്താത്ത എന്താ? ഓ അത് ശരി, ടിക്കറ്റ് എടുക്കാതെ മോൻ ഞങ്ങളെ സിനിമ കാണിക്കുമ്പോൾ ഞാനിന്നലെ കണ്ണടയ്ക്കുന്നേ. അപ്പോൾ പിന്നെ എന്തിനാ കുറ്റം പറയുന്നേ? മതി, ആ ടോക്ക് അവിടെ വിട്ടേക്ക്. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല.
ഓ, അല്ലെങ്കിലും അമ്മ മോനല്ലേ സപ്പോർട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഞാൻ അതിനവനെ കുറ്റപ്പെടുത്തണോ? അവർ അപ്പോഴുള്ള ആ സന്തോഷത്തിൽ അവൻ്റെ പെണ്ണിനെ അങ്ങ് കിസ് ചെയ്തു. അതിൽ അവനും കുഴപ്പമില്ല, അവൾക്കും കുഴപ്പമില്ല. കണ്ടു നിന്നാൽ നിങ്ങൾക്കാണോ കുഴപ്പം? ഓ, എനിക്കൊരു കുഴപ്പവും ഇല്ലേ. നമുക്കൊന്നും ഇതുപോലെ തരാൻ ആളില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. ഇതായിരുന്നു അപ്പം മനസ്സിലിരിപ്പ്. കൊള്ള പടുക്കൂസേ. പിന്നെ നീ താടി ദേ ചെക്കനിരിക്കോ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ, ചെക്കനിരുന്നാൽ എന്താ, അവന് നമ്മളൊക്കെ കൂടുതലറിയാം അല്ലേടാ. ദേ മതി, ആ ടോപ്പിക്ക് വിട്ടേ. എന്നിട്ട് ഇനി വരാനുള്ളതിനെ കുറിച്ച് പറയും. ഇനി എന്താ ജീവ പ്ലാൻ? മാരേജോ? അതൊന്നും ഇപ്പോൾ വേണ്ട. അതെന്താ? എടി, അവരിപ്പോൾ കൺഫസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയട്ടെ എന്നായിരിക്കും. അങ്ങനല്ല, ഞാനിപ്പോൾ ആക്ടിങ്ങിലോട്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. എൻ്റെ കരിയർ കുറച്ചുകൂടി ബെറ്റർ ആക്കണ്ടേ? ഞാൻ അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. നമ്മുടെ ഈ ഡ്രാമ കഴിയാറായല്ലോ. ഇനി മറ്റെന്തെങ്കിലും കഥ നീ കേൾക്കുന്നുണ്ടോ? 1-2 വന്നിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ഞാനും വരണം കൂടി ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പ്ലാനിങ്ങിലാണ്. എന്ത് സ്റ്റാർട്ടപ്പ്? അത് ഞങ്ങളിരുവരും മോഡലിംഗ് രംഗത്തു നിന്നാണല്ലോ ആദ്യം തുടങ്ങിയത്. ആ സമയത്ത് പപ്പയുടെ ഈ പേര് യൂസ് ചെയ്തൊരു സാധാരണക്കാരനെ പോലെയാണ് ഞാൻ പലയിടത്തും ഓപ്പർച്യൂണിറ്റി തേടി അലഞ്ഞത്. സോ എനിക്ക് ഈ മോഡലിംഗ് രംഗത്ത് കടന്നു വരുന്നവരുടെ ബുദ്ധിമുട്ടും റഷും ഒക്കെ മനസ്സിലാകും. സോ ഞങ്ങൾ 2 പേരും ചേർന്ന് ഒരു മോഡലിംഗ് ഏജൻസി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് യൂസ് ചെയ്ത് ചെറിയ മാർജിന്. അതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾ 2 പേരുടെയും പാർട്ണർഷിപ്പിലാണോ? അതെ. അതെന്തായാലും നന്നായി ജീവ. ആദ്യം കരിയർ ഒന്ന് സ്റ്റേൺ ആവട്ടെ, അത് കഴിഞ്ഞു മതിയല്ലേ വിവാഹം. അത് നല്ലതാ ജീവ. ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാവും അവൾക്കും. എടി, നീ മോനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് കൂടെ എനിക്കിട്ട് താങ്ങാതടി. ചുമ്മാ കിടക്കട്ടെ എന്ന്. എന്തായാലും പരസ്യമായിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ ആളില്ലെന്ന് പറഞ്ഞല്ലേ. റൂമിലോട്ട് വാ, നിങ്ങൾക്ക് ഞാൻ തരാം. ഓ, ഉമ്മയാണോ? ഭക്ഷണത്തിന് കുറച്ച് കൂടുന്നുണ്ട് ഈ കള്ള ഡയറക്ടർക്ക്. നേരം വൈകിയതുകൊണ്ട് ആനിയമ്മ തിരികെ പോയില്ല. അവർ അന്ന് സെലീനയുടെയും ജൂബിയുടെയും അപ്പാർട്ട്മെൻറ്റിൽ തങ്ങി. രാത്രി മൂവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കവെയാണ് ആനി ആ വീടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത്. 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, നല്ല അടുക്കും ചിട്ടയും. വീട്ടുപണിയൊക്കെ നിങ്ങൾ 2 പേരും ഒരുമിച്ചാണോ ചെയ്യാറ്? ആര്? നീയും റൂബിയും? നന്നായിരിക്കുന്നു. അമ്മയുടെ മോള് സ്വന്തം തുണി അലക്കുന്നതേ ആഴ്ചയിലൊരിക്കലാണ്. പിന്നെ എൻ്റെ വീട് വൃത്തിയാക്കാൻ. ആണോ? അതമ്മ ഞാൻ ബിസിയായി പോയതുകൊണ്ടാണ്. എന്ത് ബിസി? അമ്മ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റാകും. അപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡാകും. അതാ അങ്ങനെ ആഴ്ചയിലൊരിക്കൽ അലക്കലും നനയ്ക്കലും വൃത്തിയാക്കലും. അപ്പോൾ കുളിയോ? കുളി ആഴ്ചയൊരിക്കലാണോ? അല്ല അമ്മ, അയ്യോ അങ്ങനല്ല. കുളിക്കാനും ഞാൻ തള്ളിന്തി വിട്ടാലേ പോവൂ. അയ്യോ അങ്ങനല്ല, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു ഒരു 10 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഫ്രഷ് ആകാൻ പോകുന്നത്. പക്ഷെ ഇവളങ്ങനല്ല, ജോലി കഴിഞ്ഞ് വന്ന് നേരെ വാഷ്റൂമിലേക്കാണ് ഓടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അമ്മ, ഇവളൊരു വൃത്തിഭ്രാന്തിയാണ്. അമ്മയ്ക്കറിയോ, ഇവൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കൂടെ പോകാറേ ഇല്ല. കാരണം എന്താ, കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എണ്ണയോ കടുകോ എങ്ങനെ തറയിൽ വീണാൽ പിന്നെ ചെവി തല കേട്ട് നിൽക്കാൻ പറ്റില്ല. കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇവളാണത്. അരി തിളയ്ക്കുമ്പോൾ തുറയ്ക്കുന്ന തുള്ളി വെള്ളം പോലും അവൾക്ക് അപ്പം തുടച്ച് വൃത്തിയാക്കണം. ഇങ്ങനെയുള്ള വ്യത്യാസമായ ശീലങ്ങളാണ് ഇവക്ക്. അമ്മ ഒരു 5 ദിവസം ഇവിടെ നിന്ന് നോക്കും, അപ്പോൾ അറിയാം ഇവളെ. എന്തായാലും ഇവളെ കെട്ടുന്നതിൻ്റെ തലവിധി. ഓ പിന്നെ നിന്നെ കെട്ടുന്നതിൻ്റെ അത്ര വരില്ല. ഇവളെ ഡ്രസ്സ് അലക്കുന്നത് പോയിട്ട് അവൻ ഡ്രസ്സ് പോലെ അലക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ ഞാനോ? മതി നിർത്തും നിങ്ങളുടെ വായ്പാട്ട്. ഞാനിപ്പോൾ കെട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. എന്താ ഇന്ദുചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്ത് പ്ലാനിങ്? ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതെന്താ, നിനക്ക് ഫ്യൂച്ചർ ഇല്ലേ? അങ്ങനല്ല, ഫ്യൂച്ചറിൽ എന്ത് പ്ലാനിങ്ങിനെ കുറിച്ചാണ് അമ്മ പറയുന്നത്? വേറെന്താ, നിൻ്റെ മാരേജോ? ഇപ്പോഴോ? പിന്നെ 50 കൊല്ലം കഴിഞ്ഞിട്ടോ? അല്ല, എനിക്കിപ്പോൾ മാരേജ് വേണ്ട. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ 1-2 പ്രോജക്റ്റ് ഞാൻ കമ്മിറ്റും ചെയ്തിട്ടുണ്ട്, അത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ടോ? അതിനവർ സമ്മതിക്കുമോ? ആര്? JK. അതിന് JKയുടെ സമ്മതം എന്തിനാ?
അതല്ല, എല്ലാം കഴിഞ്ഞിട്ട് മാരേജ് മതി എന്നുള്ളത്. സമ്മതിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞോളാം. വേണേൽ എൻഗേജ്മെൻറ്റ് നടത്തിയിടാം. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. ആ, അതൊരു നല്ല ഐഡിയ ആണ്. അത് മതി. അത് പറഞ്ഞു നിൽക്കുമ്പോൾ സെലിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൾ സ്ക്രീനിലേക്ക് നോക്കി. ചേക്കിയായിരുന്നു അത്. ആരാ? ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് നേരെ റൂമിലേക്ക് പോയി. ആരാ? ഇനി മോൾക്ക് പേര് പറയാൻ പറ്റുന്ന കോളൊക്കെ വരും. ആരാ അത്? അമ്മായി, അത് ചേക്കിയാ. അവളുടെ ചമ്മൽ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഹലോ ഹലോ, എന്തെടുക്കുക? ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. ആഹാ, എന്നിട്ട് കഴിച്ചോ? ആ, കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ചേച്ചിയെ വിളിച്ച്. താനും തൻ്റെ കസിനും ആണോ? ആ, പിന്നെ അമ്മയും ഉണ്ട്. ആ, അമ്മ ഉണ്ടായിരുന്നല്ലേ? ഇന്നെനിക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അമ്മയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. പിന്നെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അല്ല, ഒന്നുമില്ല. വേറെന്താ? വേറൊന്നുമില്ല. ജെക്ക് കഴിച്ചോ? ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അവിടെ എല്ലാവരും എന്തു പറയുന്നു? എല്ലാവരും ഹാപ്പിയാണോ? അത് ചോദിക്കേണ്ടതുണ്ടോ? ഇവിടെ എല്ലാവരും നമ്മുടെ മാരേജിനെ കുറിച്ച് വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും. ബട്ട് ജെക്ക്, ഞാൻ പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്. എന്താ? നമ്മുടെ മാരേജ് അതിപ്പോൾ വേണ്ട. ഞാനതിവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ചെയ്തു തീർക്കാൻ ചില കാര്യങ്ങളുണ്ട്. എനിവേ, യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പിന്നെ മീഡിയ ചെയ്തറിഞ്ഞോ? ചില ഓൺലൈൻ മീഡിയ കുറച്ച് ഫോട്ടോസൊക്കെ സ്പ്രെഡ് ആക്കുന്നുണ്ട്. പക്ഷെ റൂമറായിട്ടാണ് നിൽക്കുന്നത്. ഞാനത് ചെയ്തത് കുറച്ച് കടന്നുപോയോ? എന്തിന്? നീ ഇന്നെങ്കിലും അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കടന്നുപോയേനെ. അതെന്താ? ഞാൻ എത്ര നാളുകൊണ്ട് കാത്തിരിക്കുന്നതാ. അപ്പോൾ എൻ്റെ മേലുള്ള ഫീലിങ്സൊക്കെ പോയി എന്ന് പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു സ്ഥാനവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ വെറുതെ പറഞ്ഞതല്ലേ? മേ ബി. ശരി, അത് പോട്ടെ. അമ്മ ഹാപ്പിയാണോ? നീ ഹാപ്പിയാണോ? ശരിക്കും? അതോ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ? അല്ല, ഞാൻ ശരിക്കും ഹാപ്പിയാണ്. എൻ്റെ മനസ്സിലുള്ളത് ഈഗോ വിട്ട് ഒരു കൺഫ്യൂഷൻ ഉള്ളത് പറയാൻ കഴിഞ്ഞു. ഞാൻ മുമ്പ് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ബട്ട് ലേറ്റർ ഐ ജസ്റ്റ് റിയലൈസ്ഡ് എൻ്റെ കൈയില്ലാത്ത നാളെക്കുറിച്ചും കൈ വിട്ടുപോയ ഇന്നലെകളെക്കുറിച്ചും ഓർത്തു ഞാനെന്തിനാ എൻ്റെ ഇന്നിനെ പാഴാക്കുന്നേ? അനാവശ്യമായി പാസ്റ്റിൽ നടന്ന കാര്യവും ഫ്യൂച്ചറിൽ ഞാനിനി വിവാഹം കഴിഞ്ഞു പോയാൽ അമ്മ ഒറ്റയ്ക്കായി പോയില്ല എന്നൊക്കെ ചിന്തിച്ച് എൻ്റെ പ്രസൻറ്റ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് മറന്നുപോയി. പിന്നെ അനാവശ്യമായിട്ടുള്ള ഈഗോയും. എൻ്റെ ഉള്ളിലെ സ്നേഹം തുറന്ന് സമ്മതിച്ചു പോയാൽ ഞാൻ തൻ്റെ മുന്നിൽ ചെറുതായി പോകുന്നു ഭയന്നു. സ്നേഹത്തിന് വേണ്ടി ഞാനെന്തിനാ മറ്റൊരു മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നതെന്ന് ചിന്തിച്ചു. പക്ഷെ താൻ പ്രണയത്തിന് വേണ്ടി താൻ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ എത്ര വേണേലും താഴാമെന്ന് പഠിപ്പിച്ചു. ഐ ആം ഷുവർ ജാക്കി, താനല്ലാതെ മറ്റാരായിരുന്നെങ്കിലും എന്നെ എപ്പോഴും വേണ്ടെന്ന് വെച്ചേനെ. എൻ്റെ ഈ ഹെഡ് വെയ്റ്റും ആറ്റിറ്റ്യൂഡും താനല്ലാതെ മറ്റാരും സഹിക്കില്ല. ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യാവുന്നതിലപ്പുറം ഇൻസൾട്ട് ചെയ്തിട്ടും താൻ എന്നിൽ ഇറിറ്റേറ്റ് ആയില്ല. അതുകൊണ്ടാണ് താൻ ഇന്ന് എല്ലാവരുടെ മുന്നിൽ എൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തിട്ടും ഞാൻ വിടാതെ തൻ്റെ പിറകെ വന്നത്. അത് കേട്ടതും അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ വാക്കുകൾ അവനെ ചെറുതല്ലാത്ത രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്, അവൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നുണ്ട്. താങ്ക് യു സെലിൻ, എന്നെ മനസ്സിലാക്കിയതിന്. ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളത്, ഒരാളുടെ ഫീലിങ്സ് അതേ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സാണ്. ചുരുക്കം ചിലർക്ക് അതൊക്കെ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണേലും നീ മനസ്സിലാക്കിയല്ലോ. ഞാൻ തന്നെ നേരത്തെ മനസ്സിലാക്കിയതാണ് ചേച്ചി. പക്ഷേ
അത് സമ്മതിച്ച് തരാനായിരുന്നു എനിക്ക് മടി. എൻ്റെ ഈഗോ അതിന് അനുവദിച്ചില്ല. ശരി, കഴിഞ്ഞതൊക്കെ പോട്ടെ. നീ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. ഇനി വരാനുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ചുകൂടി ബ്രൈറ്റാക്കാൻ നോക്കാം. ശരി, നാളെ ഇനി ഷൂട്ടുണ്ടല്ലോ, താൻ ഉറങ്ങിക്കോ, സമയം ഒരുപാട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. तुझको मेरी जान बना